ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ മറ്റൊരു ട്രെൻഡിങ് ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ചധികം ബൊട്ടീക്സിൽ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ തോന്നിയതാണ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. സോ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അതുപോലെ എത്തുമോ ഇല്ലയോ എന്നെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. 1 to 2 year old കിഡ്സിൻ്റെ സൈഡ് ഷാർട്ടിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. സോ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് 4.25 ഇഞ്ചാണ്. ദെൻ നെക്ക് വിഡ്ത്തും നെക്ക് ഡെപ്തും ഇതേപോലെ മാർക്ക് ചെയ്ത് നമ്മളൊരു ബോക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മുടെ ഹ്യൂമൻ ബോഡീസിൽ ഒരു ഷോൾഡറിൻ്റെ അവിടെ ഇൻക്ലിനേഷൻ ഉണ്ടാവും. സോ അത് മാനേജ് ചെയ്യാൻ ഞാനൊരു 1/2 ഇഞ്ച് നമ്മുടെ ഷോൾഡർ പോയിന്റിൻ്റെ അവിടെ നിന്ന് താത്തി മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആം ഹോൾ ഡെപ്ത് ആണ് വരയ്ക്കുന്നത്. അത് ഷോൾഡറിൻ്റെ അടുത്ത് എത്രയാണോ മെഷർമെൻറ്റ് അത് തന്നെയാണ് ഞാൻ ആം ഹോൾ ഡെപ്തിനും എടുക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. നമ്മുടെ ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൻ്റെ 4/1 എടുക്കുക. അതിനോടൊപ്പം ഒരു 0.25 ഇഞ്ച് ഈസും കൂടി കൊടുക്കുന്നതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ചെസ്റ്റ് മെഷർമെൻറ്റ്, അതായത് 5.25 ഇഞ്ച്. ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാൻ 7.5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ആ ലൈനിൽ തന്നെ നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് 5 ഇഞ്ചാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ, നമ്മൾ ആദ്യം ഫ്രണ്ട് ബോഡീസ് ആണ് ട്രേസ് ചെയ്യുന്നത്. സോ ഫ്രണ്ടിൽ ആംപോൾ ഞാൻ ഇച്ചിരി കുഴിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ 2 സെൻറ്റർ പോയിന്റ്സ് ഇതേപോലെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യത്തെ സെൻറ്റർ പോയിന്റിൽ നിന്ന് ഒരു 0.25 ഇഞ്ച് നമ്മൾ അകത്തോട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ആ ആംപോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ നെക്കും ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഡിസൈനിൽ ഞാനൊരു ചെറിയൊരു വേരിയേഷൻ ആ ഹെമ്മിൻ്റെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. സോ അതിനായിട്ടൊരു 1/2 ഇഞ്ച് താത്തി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇച്ചിരി കേർവ് ചെയ്ത് വരുന്നു. വേസ്റ്റ് പോർഷൻ്റെ എൻഡിങ്ങിലോട്ട് കയറിയും ഹെമ്മിൻ്റെ സെൻറ്റർ പൊസിഷനിൽ ഇച്ചിരി താന്നും അങ്ങനെ എടുക്കുന്ന ഒരു ഡിസൈനാണ് ഞാൻ ചെയ്തേക്കുന്നത് കേട്ടോ. സോ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ബോഡീസ്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബോഡീസും ട്രേസ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഫ്രഷ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് നമ്മൾ ഈ ഫ്രണ്ട് ബോഡീസ് ഒന്ന് വെക്കുക. അതിനുശേഷം ഈ ടൂളിനെയാണ് നമ്മൾ ട്രേസിങ് വീൽ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ഈ ഔട്ട്ലൈൻസ് എല്ലാം നമ്മൾ ട്രേസ് ചെയ്തെടുക്കണം കേട്ടോ. സോ ഇങ്ങനെ നമ്മൾ ട്രേസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ താഴെ വെച്ചിരിക്കുന്ന പാറ്റേൺ പേപ്പറിലോട്ട് ആ ലൈൻസ് വിസിബിൾ ആയിട്ട് കാണും. സോ അതിനുശേഷം നമ്മളത് ജോയിൻ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം കൈക്കുഴിയെല്ലാം ഫ്രണ്ടും ബാക്കും ഒക്കെ സെയിം ആയിട്ടാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഈ വീഡിയോയിലും ഞാനൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതേ ഉള്ളൂ. ഫ്രണ്ടിൽ കുറച്ച് കുഴിച്ചെടുക്കുന്നു, ബാക്കിൽ അല്ലാണ്ട് എടുക്കുന്നു. അപ്പോൾ നമ്മളിത് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം, ചെറിയൊരു ലൈനിങ് പോലെ നമുക്ക് വിസിബിൾ ആവുന്നില്ലേ. സോ ഞാൻ അതിൻ്റെ ജോയിൻസിനെല്ലാം ഡോട്ട് പോയിന്റ്സ് കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ ഒന്നും കൂടി സിമ്പിൾ ആയിരിക്കും. ഇനി നമ്മൾ ബാക്കിൽ നെക്ക് മാർക്കിംഗ് ആണ്. അത് ഞാനൊരു 1.5 ഇഞ്ച് ഷോൾഡർ പോയിന്റിൻ്റെ അവിടെ നിന്ന് താഴത്തോട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പ് ഞാൻ അവിടെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ബാക്ക് ആം ഹോളിനും ഇതേപോലെ നമ്മൾ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കുക. ആ സെൻറ്റർ പോയിന്റും നമ്മുടെ ചെസ്റ്റ് ലൈനും കൂടി കണക്ട് ചെയ്ത് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. സോ ബാക്കിൽ നമ്മൾ കുഴിക്കാറില്ല, ഫ്രണ്ടിലാണ് ഒരു 0.25 ഇഞ്ച് അകത്തോട്ടെടുത്ത് കുഴിക്കുന്നത് കേട്ടോ. ഇനി ബാക്കിൽ ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിലൊരു ഓപ്പണിംഗ് പോലെ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ 3 ഇഞ്ച് നമ്മുടെ സെൻറ്റർ ലൈൻ ഉണ്ടല്ലോ അവിടുന്ന് താഴത്തോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാക്കിൽ ആ നെക്കുമായിട്ട് കണക്ട് ചെയ്തൊരു ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും റെഡി ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതാ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്, ഇതൊരു ഫാബ്രിക്കിലോട്ട് നമ്മൾ ട്രേസ് ചെയ്തെടുക്കുക. ഇതേപോലെ പാറ്റേൺ പേപ്പേഴ്സിൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആകെയുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എത്ര ഫാബ്രിക് വേണം ഇത് കട്ട് ചെയ്യാൻ എന്നൊക്കെയുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അധികം ഫാബ്രിക്സ് നമുക്ക് വേസ്റ്റ് ആവില്ല. സോ ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് ബോഡീസ് ഇതേപോലെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സീം അലവൻസ് കൊടുക്കുകയാണ്. ഹെം പോർഷന് 1/2 ഇഞ്ച്, സൈഡ് സീമിന് 1 ഇഞ്ച്, ഷോൾഡറിനും സ്ലീവിനും 1/2 ഇഞ്ച്, നെക്കിന് 0.25 ഇഞ്ച്. ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് ബോഡീസും ട്രേസ് ചെയ്തെടുക്കുക. ഞാൻ എപ്പോഴും പാറ്റേൺ പേപ്പറിൽ സീം അലവൻസ് കൊടുക്കാറില്ല. അതിൽ കറക്റ്റ് മെഷർമെൻറ്റ്സ് കൊടുത്തിട്ട് ഫാബ്രിക്കിലാണ് സീം അലവൻസ് ആഡ് ചെയ്യുന്നത് കേട്ടോ. സോ ബാക്ക് ബോഡീസിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, അവിടുന്ന് നമ്മളൊരു 0.25 ഇഞ്ച്
കയറ്റി മാർക്ക് ചെയ്യുക. കാരണം ആ 0.25 ഇഞ്ച് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ, ബാക്ക് ഓപ്പണിംഗ് ആണ്. നമ്മൾ ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പ് പിടിപ്പിക്കുമ്പോൾ അതിന് തയ്ക്കാനായിട്ട് കുറച്ച് തയ്യൽ തുമ്പ് വേണ്ടി വരും. സോ അതിനാണ് 0.25 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി ആ ലൈൻസിലോട്ട് നമ്മുടെ ബാക്ക് ബോഡീസ് വെച്ചിട്ട് വേണം ട്രേസ് ചെയ്തെടുക്കാനായിട്ട്. സോ ഇവിടെയും ട്രേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന സെയിം സീം അലവൻസ് തന്നെയാണ്. ഹെമ്മിന് 0.5 ഇഞ്ച്, സൈഡ് സീമിന് 1 ഇഞ്ച്, സ്ലീവിനും ഷോൾഡറിനും 1/2 ഇഞ്ച്, നെക്കിന് 0.25 ഇഞ്ച്. നിങ്ങൾക്കിപ്പം ഇങ്ങനെ തന്നെ അല്ല വേറെ സീം അലവൻസ് രീതി കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ തന്നെ കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. സോ നമ്മൾ ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മെയിൻ ഫാബ്രിക്കും കൂടി ചേർത്താണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഈ ഒരു ഡിസൈൻ ഞാൻ കുറച്ച് ബൊട്ടീക്സ് ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ തോന്നിയതാണ് എന്നാൽ നമുക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാകുമ്പം ഇപ്പോൾ 1 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടികളുടെ അമ്മമാർക്കൊക്കെ ഇപ്പോൾ ചെയ്ത് കൊടുക്കണം, അവരുടെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇടുവാണെങ്കിൽ അത് എന്തുകൊണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതിനോടൊപ്പം എനിക്കും കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടോ? എനിക്കൊക്കെ എപ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം. ഒന്നെങ്കിൽ നല്ല വശവും ചീത്ത വശവും തമ്മിൽ തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അങ്ങനെയൊക്കെ കുറേ കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലും അതുപോലൊരു കുഴപ്പം തന്നെയാണ് പറ്റിയിരിക്കുന്നത്. ഞാൻ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ മറന്നുപോയി ഗൈസ്. സാധാരണ എൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചാൽ കാണാം, ഞാൻ ആദ്യം ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് മാറ്റും, ദെൻ മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത് മാറ്റും, അതിനുശേഷം ഇത് രണ്ടും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സീം അലവൻസ് കാണാണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഓർത്ത് എപ്പോഴും ആ ഒരു മെത്തേഡല്ലേ, വേറൊരു മെത്തേഡ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഫ്രണ്ടും ബാക്കും ഷോൾഡർ മാറ്റിയിട്ട് ബാക്കി എല്ലാ പോർഷനും സ്റ്റിച്ച് ചെയ്തു. ഹെം പോർഷൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു, കാരണം ഹെമ്മിൻ്റെ അവിടെ ഓപ്പണിങ് കൊടുത്തിട്ട് നമ്മൾ ബാക്ക് ബോഡീസ് നമ്മുടെ ഫ്രണ്ട് ബോഡീസിൽ കൂടി കയറ്റി ഷോൾഡറിൻ്റെ അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതായിരുന്നു വേറൊരു മെത്തേഡ്. അങ്ങനെ ചെയ്യാമെന്നൊക്കെ ഓർത്ത് വലിയ കാര്യത്തിൽ സ്റ്റിച്ച് ചെയ്തതാണ്. ഞാൻ ഹെം പോർഷനും കൂടി സ്റ്റിച്ച് ചെയ്ത് പോയി. പിന്നെ ഇത് അഴിക്കുക എന്ന് പറയുന്നത് അതിലേറെ ചടങ്ങാണല്ലോ. തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പോർഷൻസ് ഒക്കെ അഴിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മടിയുള്ള കാര്യമാണ് എനിക്ക്. സോ അപ്പം ഞാൻ ഓർത്തു കുഴപ്പമില്ല, നമുക്ക് അടുത്തൊരു സൊല്യൂഷൻ എന്തായാലും കണ്ടുപിടിക്കാം. അപ്പം ഞാൻ ചെയ്തത് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ട് സീം മെത്തേഡാണ് ചെയ്തത്. അതായത് നമ്മൾ ഷോൾഡേഴ്സ് നമ്മളെപ്പോഴും എൻ്റെ വീഡിയോസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ സൈഡ് സീം എല്ലാം അറ്റാച്ച് ചെയ്യുന്നത് ഫ്രണ്ട് സീം മെത്തേഡിലാണ്. അതായത് നല്ല ഭാഗത്തൂടി ആദ്യം ഒരു അടി അടിക്കും, അതിനുശേഷം അത് തിരിച്ചിട്ടിട്ട് പിന്നെ ഒരു അടി അടിക്കും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് തയ്യൽ തുമ്പ് കാണില്ല. സോ ആ മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തത് കേട്ടോ. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പാനിക് ആവാണ്ട് ഒരു ഇച്ചിരി നേരം ഒന്ന് അതുമായിട്ടൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ സൊല്യൂഷൻസ് കിട്ടുന്നതായിരിക്കും. സോ ഇഫ് ദെയർ ഈസ് എ വേ ദെയർ ഈസ് എ വിൽ എന്നല്ലേ പറയാറ്. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. ഈ ഒരു ഡിസൈൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ലീവ്സ് പോർഷനിൽ വരുന്ന റഫിൾസ് ആണ്. സോ റഫിൾസ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം തന്നെ ആ ടോട്ടൽ സ്ലീവിൻ്റെ ലെങ്ത് ഇതേപോലെ മെഷർ ചെയ്തെടുക്കുന്നുണ്ട്. സോ നമുക്ക് കിട്ടുന്നത് 12 ഇഞ്ചാണ്. റഫിൾസ് ചെയ്യണമെങ്കിലുള്ള കണക്ക് എങ്ങനെയാണ്, എത്രയാണോ നമ്മുടെ ആക്ച്വൽ ലെങ്ത് അതിൻ്റെ 3 ഇരട്ടി എടുക്കുക. സോ ഇവിടെ നമുക്ക് 12 ഇഞ്ചാണ്, അതിൻ്റെ 3 ഇരട്ടി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 36 ആണ് കിട്ടുന്നത്. സോ ലെങ്ത് ഞാൻ 36 എടുത്തിട്ടുണ്ട്. വിഡ്ത്ത് വന്നിട്ട് 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഈ 3 ഇഞ്ച് എന്ന് പറയുന്നത് സീം അലവൻസും കൂടി ചേർത്താണ് കേട്ടോ. ശരിക്കും നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 2 ഇഞ്ചാണ്. സോ ആ 2 ഇഞ്ചിൽ തന്നെയാണ് ഞാനിവിടെ റഫിൾസിൻ്റെ വിഡ്ത്ത് എടുക്കുന്നത്. അതിനോടൊപ്പം 1 ഇഞ്ച് രണ്ട് സൈഡിലും മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് സീം അലവൻസ് ആണ് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മുടെ ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിനെ നമ്മുടെ ആക്ച്വൽ ലെങ്ത്, അതായത് നമ്മുടെ 12 ഇഞ്ചിലോട്ട് ചുരുക്കി ചുരുക്കി കൊണ്ടുവരിക. അതാണ് റഫിൾസിൻ്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്.
സോ ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഫ്രിൽസ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായാനേ എന്നുള്ളതാണ്, അതായത് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ കുറച്ചധികം ഫാബ്രിക്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു 4 ഇരട്ടിയൊക്കെ എടുത്തോ ലെങ്ത്, അതാകുമ്പോൾ കുറച്ചും കൂടെ ഫ്രില്ലി ആയിട്ട് കിടക്കും, അപ്പോൾ ഒന്നും കൂടി രസമായിരിക്കും കാണാൻ. സോ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഡ്രസ് ഫോമിലോട്ട് ഇത് വെച്ച് അറ്റാച്ച് ചെയ്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇതിൻ്റെ സ്കേർട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് നൈഫ് പ്ലേറ്റഡ് സ്കേർട്ടാണ്. അതിനകത്ത് ഈ ഒരു ഫാബ്രിക്കിൻ്റെ ബോർഡറും കൂടി കൊടുത്തതേ ഉള്ളൂ. നൈഫ് പ്ലേറ്റഡ് സ്കേർട്ട് ചെയ്യുന്ന മെത്തേഡ് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവും. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.